താൻ വേറെ സ്ഥലം അന്വേഷിച്ചിറക്കേണ്ടി വരും. അതിപ്പോ പുതിയ പ്രസായാലും ചുവന്ന് മാറ്റണ്ടായോ? വേണ്ട, നല്ല രീതിയിൽ നടക്കുന്ന ഒരു പ്രസാണെങ്കിൽ ആർക്കും അങ്ങനെ പറയാൻ തോന്നത്തില്ല. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ അപ്പച്ചൻ അതിന് സമ്മതിക്കത്തില്ല, തന്റെ കാര്യം ആയതുകൊണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ശരിയാ അവരെ കുട്ടി പറയുന്നത്. ആ, എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കേട്ടെ. അവരെ കുട്ടി, ഞാൻ നാളെ കാലത്ത് മല്ലപ്പള്ളി വരെ ഒന്ന് പോവാ. അച്ഛനോടൊന്ന് പറഞ്ഞേക്കണം, നാളെ കാണാൻ പറ്റില്ല, അതുകൊണ്ടാ. ആയിക്കോട്ടെ. തമ്പി എവിടെ? പരബ്രഹ്മം. സുരനെ, അവർ ആ കുട്ടി പറഞ്ഞാൽ വല്ല സത്യമുണ്ടോ? കൂടും കുടുക്കും എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുവോ? താൻ പോയി വല്ലതും കഴിക്കണം. ഈ ചായ ഒന്നും അപ്പുറത്ത് കൊടുത്തിട്ട് വാ. നിങ്ങളെന്താണ് ഇവിടെ ചായക്ക് വെച്ചോട് തുടങ്ങി? അതവിടെ വെച്ചിട്ട് ഇത് അപ്പുറത്ത് കൊടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോ അവോ പേടിപ്പിച്ചല്ലേ, നമ്മള് പേടിച്ചു. എന്താണ് ഇവിടെ എന്താ എടുത്തി? ഈ ചായ ഒന്ന് അപ്പുറത്തുനിന്ന് കൊടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോ അവൻ 100 ചോദ്യ. അയ്യപ്പന്റെ കാശെന്തോ ഇരിപ്പുണ്ട്? എന്തേലും ഒന്നുമില്ല. ഒന്നുമില്ലാതാണോ ഈ പണിക്ക് ഇറങ്ങി തിരിച്ച്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പണിക്ക് വരും. അല്ല ചായ വരൂല്ലേ? ചക്കാത്ത ചായ വന്നാ കുടിക്കാം. ഉണ്ണിത്തൻ ചേട്ടാ ചായ. എന്റെ ദൈവമേ, അയ്യോ ചായ അന്നമ്മ ഉണ്ടോന്നോ? ലാൽ സലാം. എന്താ എന്താ പറഞ്ഞ? ഒന്നുമില്ല, ഇവിടെ പറഞ്ഞാണ്. നിങ്ങളുടെ നേതാവ് എവിടെ? നേതാവോ? അതെ, എല്ലാം എനിക്കറിയാം. നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാ അല്ലേ? പുറത്തു പറയരുത് അന്നമ്മേ. കഴുത്തു പോകുന്ന കാര്യ അല്ലേ? നിങ്ങളുടെ നേതാവ് എവിടെ? നെട്ടൂർ സ്റ്റീഫൻ. സ്ഥലം പറയണ്ട. എപ്പോ വരും? അതിപ്പോ വന്നെങ്കിലേ പറയാൻ പറ്റൂ. വന്നാലുടനെ എന്നെ അത്യാവശ്യം കാണാൻ പറയണം. ചായ കുടിച്ചോ, ചൂട് കൊണ്ട. കയ്യടയ്യപ്പോ. കയ്യില് ചായയും പിടിച്ച് അന്തം വിട്ടതേ. ഇങ്ങനൊരു നിപ്പായിരുന്നു രണ്ടുപേരും. തനിക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവാഞ്ഞിട്ടാ. തന്നോട് ഈ കാര്യം പറഞ്ഞ എന്നെ പറഞ്ഞാ മതിയല്ലോ. എനിക്ക് ഗൗരവമൊക്കെ അറിയാം. അതിലും ഗൗരവമുള്ള ഒരു കാര്യം പറയാനാ ഞാൻ അച്ഛനെ വിളിപ്പിച്ചേ. എന്ത് കാര്യം? തല പോകുന്ന കേസാ, വെളി പോവരുത്. ഇല്ല, പറ. ഞാൻ, അതായത് ഈ ഞാൻ, ആ മേടയിൽ വീട്ടിലെ ഈ ഞാനും. കാര്യം പറയാനമ്മേ. ഞാൻ മേടയിൽ ഇട്ടിച്ചന്റെ മകൾ അന്നമ്മ. അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല ചായ, ഒരു വലിയ സംഭവം. പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. ഞാൻ പോവാ. പറഞ്ഞിട്ട് പോ അന്നമ്മേ. ഇവിടെ തമാശ കളിക്കില്ല കേട്ടോ. തമാശയോ? എന്ന് പറയട്ടെ. ഞെട്ടല്ലേ, ഞെട്ടിപ്പൊട്ടല്ലേ അച്ചായ? പിന്നെ പറയട്ടെ. ഞാനും കമ്മ്യൂണിസ്റ്റായി. ആരോ ചക്കയ്ക്കൊക്കെയുണ്ടോ ചക്കയ്ക്കൊക്കെയുണ്ടോ പാടും ചങ്ങാലി പക്ഷി മഴലേലകൾ പാടുകയായി കാഞ്ഞെരിയുന്നവരെ തുടുതാമൊരു ലോകമിതാ വരവായി ആരോ ഓരും കൂടെ
കരിവാളുകളാകി മിനുക്കി വരുമോ കൂടെ വിളകാത്തു വരമ്പിലുറക്കമൊഴിച്ചവരാണ് വരവായല്ലോ കനവന്നിന്നു താരോ തന്നിനാരോ തന്നിന്നോ താനാരോ തകതന്നിന്നാരോ പൊന്നോണം മാളോക്കെല്ല താളത്തി പാടാനും നീയും ആരോ കൂടെ ചക്കയ്ക്കൊപ്പുണ്ടോ പാടും ചങ്ങാതി പക്ഷി മയലേലകൾ പാടുകയാ കാഞ്ഞെരിയുന്നവരെ പുതുതാമൊരു ലോകമിതാ വരവായി ആരോ കൂടെ ചക്കയ്ക്കൊപ്പുണ്ടോ ചക്കയ്ക്കൊപ്പുണ്ടോ പാടും ചങ്ങാലി പക്ഷി ചക്കയ്ക്കൊപ്പുണ്ടോ പാടും ചങ്ങാലി പക്ഷി താൻ അറിഞ്ഞോ ഇവിടൊക്കെ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരന്മാരുണ്ടെന്നാ പറയുന്നേ. മുതലാളിമാർക്കൊക്കെ ഭീഷണിക്കത്തുകൾ വരുന്നുണ്ട്, തട്ടിക്കളയെന്ന് പറഞ്ഞു. അറയ്ക്കലെ പാടത്ത് ഇന്നലെ കൊയ്ത്ത് നടന്നില്ല എന്ന് കേട്ടു. കേശവന്റെ അടുത്ത് ഇവന്റെ ഒന്നും പണി നടക്കില്ല. അയാൾ അയാളുടെ ആൾക്കാരെ ഇറക്കി കൊയ്യിക്കും. അത് നടക്കത്തില്ല. അല്ല, പണിക്കാരെ സമ്മതിക്കണ്ടേ? പണിക്കാരുടെ സമ്മതം അടി കൊടുക്കണ്ട മാടിയൊക്കെ. ഇവനൊക്കെ ഇടിയം കർത്താവിന്റെ കയ്യിലൊന്ന് കിട്ടണം. സ്റ്റേഷനിൽ കയറ്റി 4 ചാർജ് ചേർത്തുമ്പോ തീരുവിന്റെ ഒക്കെ കമ്മ്യൂണിസം. ഇതാണ് അവന്റെ അമ്മയുടെ പ്രസ്. പേര് പരിശോധിക്കേ, എല്ലാം തൊണ്ടിയാക്കണം. ഒരു തുണ്ട് പേപ്പർ പോലും. എന്താ സാർ? കിട്ടിക്കനില്ലേ? ഉണ്ട്. ഇട്ടിക്കനൊരു മാന്യനാണെന്ന് ഞാൻ വിചാരിച്ചത്. എന്താ കർത്താവ് സാറേ? മനസ്സിലായില്ല. അകത്തിരുന്ന് സംസാരിക്കാം. വേണ്ട. എത്ര നാളായി പ്രസ് നടത്താൻ തുടങ്ങിയിട്ട്? പ്രസ് നടത്തുന്നത് ഞാനല്ല, സ്റ്റീഫനാ. ഈ സ്റ്റീഫൻ എന്ന് പറയുന്നവൻ നിങ്ങളുടെ ആരാ? എന്റെ ആരുമല്ല. എന്താ സാർ? അറക്കലെ കേശവ മുതലാളിയെ കൊന്നു. ആര്? എപ്പോ? അറക്കലെ പാടത്ത് സംഘടന നടന്നു. കൊയ്യാനിറങ്ങിയ മുതലാളിയുടെ ആൾക്കാരും കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട്. ഈ സ്റ്റീഫൻ എന്ന് പറഞ്ഞവൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ? ഇല്ല. കിട്ടിച്ചനോ? എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കർത്താവ് സാറേ. അവനാ 1-ാം പ്രതി. പിന്നെ അഡ്വക്കേറ്റ് കോരയുടെ മകൻ ആന്റണി, അവൻ 2-ാം പ്രതി. പിന്നെ സമായത്തിന്റെ പേരും പറഞ്ഞ് റോഡ് തുടങ്ങുന്ന ഒരു പെണ്ണുണ്ടല്ലോ, നമ്മുടെ പൊട്ടനമ്പുരാന്റെ മോള്. ഇവര് 3 പേരുവാ ഈ പ്രദേശത്തെ തലമൂത്ത കമ്മ്യൂണിസ്റ്റുകാർ. 3 തൽക്കാലം മുങ്ങിയിരിക്കുക. എവിടെ പോകാനാ? എവിടെ മുങ്ങിയാലും ഞാൻ പൊക്കിയിരിക്കും. പിന്നെ പ്രസം സാധനങ്ങളും കണ്ടുകെട്ടി ഞാൻ സീൽ വെക്കാൻ പോവാ. ആവശ്യം വന്നാൽ ഞാൻ വിളിപ്പിക്കും. സ്റ്റേഷൻ വരെ ഒന്ന് വരണം മൊഴിയെടുക്കാൻ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം.
അന്നമ്മോ, അന്നമ്മോ, ആരാ? അന്നമ്മോ, ഇത് ഞാനാ. ഉണ്ണിത്താൻ ചേട്ടനോ? ആ, ഞാൻ പറയുന്നത് കേട്ടാ മാത്രം മതി. കാര്യങ്ങളൊക്കെ അറിഞ്ഞാണുമല്ലോ. അന്നമ്മ എന്നെ ഒന്ന് സഹായിക്കണം. കുറച്ച് കാശിനാ ഞാൻ വന്നത്. ഇപ്പൊ എന്റെ കാശൊന്നുമില്ലല്ലോ. എപ്പ തരാൻ പറ്റും? എവിടെയുണ്ട് എല്ലാരും? എന്തോന്ന് അന്നമ്മയെ കാണിച്ചത്? അച്ഛൻ എന്തായി കാണിച്ചത്? അന്നമ്മ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. എന്നെ ഓർത്തോ? കൊലപാതകം ചെയ്യാൻ പോകുമ്പോ? ഞങ്ങൾ ആരും കൊന്നതല്ല അന്നമ്മേ. ബഹളത്തിനിടയിൽ അയാളുടെ തലയ്ക്ക് അടി കൊണ്ടു. കരുതി കൂട്ടി വാടക ഗുണ്ടകളെ കൊണ്ടാണ് ഞങ്ങളെ അയാൾ ആക്രമിക്കാൻ വന്നത്. തൊഴിലാളികളിൽ പലർക്കും വെട്ടേറ്റു. തിരിച്ചടിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. നടന്നത് എന്തായാലും നഷ്ടം ആർക്കും അച്ചായ. എനിക്ക് അച്ചായൻ ഇങ്ങനെ ഒന്ന് കാണേണ്ടി വന്നില്ലേ അന്നമ്മേ? ഇനി എപ്പോഴും ഇങ്ങനെയായിരിക്കും നമ്മൾ കാണുക. ഇങ്ങനെ പോലും കാണാൻ പറ്റുന്ന കാര്യം ചെയ്തില്ലെങ്കിലും കൊലപാതക കുറ്റമാണ്. ഏത് നിമിഷവും ഞങ്ങളെ പോലീസ് പിടികൂടും. ഇനി നമ്മൾ കാണാൻ പാടില്ല. എല്ലാം മറക്കണം. അന്നമ്മ എന്നോട് പോർക്കണം. എന്റെ അപ്പച്ചനെ ആങ്ങളമാരെ മറന്ന് ഞാനിവിടെ എത്തിയത്. അച്ചായന് മറക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാനിവിടെ വരുമായിരുന്നു അച്ചായ. എനിക്കറിയാം അന്നമ്മേ. കൈയും കാലും നിയമത്തിന്റെ ബലങ്ങളിലാണ്. തന്നെ ഓർത്ത് തളരാതിരിക്കാനെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റുകാരന് കഴിയണം. ഇനിയും എന്നെ സ്നേഹിച്ച് എന്റെ മനസ്സിനെ കൂടെ വിലങ്ങു വെക്കല്ല അന്നമ്മേ. അച്ചായനല്ലാതെ വേറൊരാളെ ഞാൻ കല്യാണം കഴിക്കത്തില്ല. അങ്ങനെ പറയരുത്. പോലീസ് പിടിച്ചാൽ ജീവപര്യന്തമോ തൂക്കുമരമോ ആണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ. അച്ചായൻ ജയിലിനകത്ത് കിടക്കുമ്പോ ഞാൻ പുറത്ത് കാത്തിരിക്കും. അച്ചായന് തൂക്കിലേറ്റിയ ആ നിമിഷം ജയിൽ പടി തലയടിച്ച് ഞാൻ മരിക്കും. ഞാൻ കാത്തിരിക്കും അച്ചായ. എത്ര നാളായാലും ഞാൻ കാത്തിരിക്കും. അന്നമ്മ പൊയ്ക്കോ, പൊയ്ക്കോ. ഉള്ളതാനെ. ആ, അന്നക്കുട്ടി പിടികൊടുത്തവര്, പോലീസ് പിടികൊടുത്തവര്. നമ്മളെ മാഷും ആംഗ്ലി മാഷും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പിടികൊടുത്ത്. സർ, എനിക്ക് സ്റ്റീഫനെ ഒന്ന് കാണണം. ഏതാടി നീ? അന്നമ്മ. പേരല്ല ചോദിച്ചത്. നീ എവിടത്തെയാ? മേടയിൽ. ഇട്ടിച്ചന്റെ മോൾ അല്ലേ? സ്റ്റീഫൻ ആരാ? നിന്റെ കെട്ടിയോനോ? അല്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന പുരുഷനാണ്. മരിച്ചുപോയ അമ്മച്ചി ഓർത്തോടി നീ. ആ തെണ്ടിയാണോ നിനക്ക് പ്രേമിക്കാൻ? നീ മുറിക്ക് പുറത്തിറങ്ങിയ ചവിട്ടി കൊന്നുകളയും ചൗമേ. എന്നെ കൂടി ഞാൻ പറയുമ്പോ